നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ നഗരത്തിലെ റോഡരികളിൽ വർഷങ്ങളായി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് പുതുവർഷത്തിൽ തുടക്കമായി. കുമളി ഡിണ്ടിഗൽ ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാകും. റെയിൽപാത സംബന്ധിച്ച വിശദമായ സർവേയും പഠന റിപ്പോർട്ടും തയ്യാറാക്കുന്നതിന് അനുമതി നൽകിയതായി കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുവർഷ ദിനത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇടവട്ടി മേനോൻപറമ്പ് ഭാഗത്ത് 40ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ള ഭീഷണിയായി തീർന്ന സ്വകാര്യ വ്യക്തിയുടെ തണ്ണീർത്തട ഭൂമി ക്രമാതീതമായി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭവുമായി രംഗത്ത്. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരത്തിലെ റോഡരികളിൽ വർഷങ്ങളായി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് പുതുവർഷത്തിൽ തുടക്കമായി. ചുമതലയേറ്റ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഈ ഭാഗം വൃത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയായിരുന്നു. നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടപ്പാതകളിലും മറ്റും മാലിന്യങ്ങൾ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇവയെല്ലാം നീക്കം ചെയ്ത് നഗരം വൃത്തിയാക്കുന്നതിന് ശ്രമിക്കുമെന്ന് ചെയർപേഴ്സൺ സാബിറ ജലീൽ പറഞ്ഞു. തൊടുപുഴ നഗരത്തിലെ റോഡരികുകളിൽ വർഷങ്ങളായി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് പുതുവർഷത്തിൽ തുടക്കമായി. ന്യൂമാൻ കോളേജിന് സമീപം ഏതാനും വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചിട്ടിട്ട് 1.5 വർഷത്തിലേറെയായി. ഇലകളും കമ്പുകളും ഉണങ്ങിയും അഴുകിയും വൃത്തിഹീനമായ സാഹചര്യമായിരുന്നു. ചുമതലയേറ്റ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഈ ഭാഗം വൃത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയായിരുന്നു. നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നടപ്പാതകളിലും മറ്റും മാലിന്യങ്ങൾ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇവയെല്ലാം നീക്കം ചെയ്ത് നഗരം വൃത്തിയാക്കുന്നതിന് ശ്രമിക്കുന്നുവെന്ന് ചെയർപേഴ്സൺ സാബിറ ജലീൽ പറഞ്ഞു. റോഡ് സൈഡിലെ മാലിന്യങ്ങൾ കഴിഞ്ഞ നമ്മുടെ KCB വർക്കുമായി അവരുടെ ടച്ച് വെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കൂടിയ മാലിന്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്ന മാലിന്യങ്ങൾ. അപ്പോൾ ആ സമീപ ഭാഗത്തെ പ്രദേശവാസികൾ നമ്മളോട് കംപ്ലൈൻറ്റ് ചെയ്യുകയും അതേ തുടർന്നാണ് അത് ഉടനടി മാറ്റുവാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തുടർന്ന് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്ന ഭാഗങ്ങളിൽ ക്യാമറ വെക്കുവാനും അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയുക എന്നുള്ള ശീലം ജനങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ട അതിന് കർശന നടപടി എടുക്കുവാനും മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എല്ലാ വിധത്തിലുള്ള നടപടികളും സ്വീകരിക്കും. അതിന് ഫൈൻ ഈടാക്കേണ്ട സ്ഥലത്ത് ഫൈൻ ഈടാക്കിയിട്ടായാലും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള മാലിന്യ സംസ്കരണം ആണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. വഴിയോര കച്ചവടം ആരംഭിച്ച ശേഷം ഉപേക്ഷിച്ച വാഹനങ്ങളും പലയിടത്തും കിടപ്പുണ്ട്. ഇവയും നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ നടപ്പാതകൾ വൃത്തിയായി കിടന്നാൽ അവിടെ കൂടുതൽ വഴിയോര കച്ചവടങ്ങൾ ആരംഭിക്കുമോ എന്ന ആശങ്കയും ഉദ്യോഗസ്ഥർക്കുണ്ട്. തൊടുപുഴയിൽ കച്ചവടം ചെയ്യുന്നതിന് അനുവദിച്ച ഭാഗങ്ങളിലല്ലാതെ വഴിയോര കച്ചവടം നടത്തുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. വൈദ്യുതി ബോർഡ് അധികൃതർ ഇടയ്ക്കിടെ ലൈനുകൾ ക്ലിയർ ആക്കുന്നതിന് ടച്ചിംഗ് വെട്ടി റോഡിൽ ഉപേക്ഷിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മനോഹരമായ നഗരത്തിന് അഭംഗി വരുത്തുന്ന രീതിയിൽ വഴിയോര കച്ചവടക്കാർ ഉപേക്ഷിച്ചു പോയ ഷെഡുകളും വാഹനങ്ങളും നീക്കം ചെയ്താൽ നഗരം വൃത്തിയാകും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുതുവർഷം മധുരമാക്കി അൽ-അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. തൊടുപുഴ KSRTC ഡിപ്പോയിലെത്തിയ യാത്രക്കാർക്ക് സമ്മാന പൊതി നൽകിയാണ് പുതുവർഷത്തെ അൽ-അസർ ഗ്രൂപ്പ് വരവേറ്റത്. പുതുവർഷത്തിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യാനെത്തിയവർക്ക് നേരെ സമ്മാനപ്പൊതി നീണ്ടപ്പോൾ ആദ്യം അത്ഭുതവും പിന്നീട് സന്തോഷവുമാണ് ഉണ്ടായത്. തൊടുപുഴ KSRTC ഡിപ്പോയിൽ അൽ-അസർ ഗ്രൂപ്പ് സമ്മാനപതിയുമായി എത്തിയപ്പോഴാണ് അത്ഭുതവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾക്ക് വേദിയായത്. രാവിലെ ഡിപ്പോയിൽ യാത്ര ചെയ്യാനെത്തിയവർക്കും സ്റ്റാൻഡിലെത്തിയ ബസ്സിലുള്ള യാത്രക്കാർക്കും വിദ്യാർത്ഥികൾ സമ്മാനപ്പൊതി നൽകി സ്നേഹം പങ്കുവച്ചു. പുതുവർഷത്തിന് യാത്രികർക്ക് മധുരം നൽകുവാൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ KSRTC ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പൂർണ്ണമായ പിന്തുണയാണ് അൽ-അസർ ഗ്രൂപ്പ് നൽകിയത്. സമ്മാനപ്പൊതികളുമായി എത്തിയ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും ATO മനേഷ് ആശംസകൾ നേർന്നു. പുതുവർഷ സമ്മാനം KSRTC യാത്രക്കാർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ളത് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ KSRTC യാത്രക്കാർക്ക് പുതുവർഷ സമ്മാനം നൽകുന്നതിനായി അൽ-അസർ അൽ-അസറിന്റെ ഡോക്ടർമാർക്കും ഭാരവാഹികൾക്കും ഞാൻ KSRTCക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് പുതിയ സർവീസ് ആരംഭിച്ചതിന്റെ സന്തോഷവും പുതുവർഷത്തിൽ പങ്കുവയ്ക്കുകയാണെന്ന് അല്ലസർ ദന്തൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഭരത് ശേഖർ നയനാർ പറഞ്ഞു. അപ്പോൾ ഇന്ന് KSRTCയും അല്ലസർ ഡെന്റൽ കോളേജ് അല്ലസർ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നമ്മൾ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്നാക്ക് ബോക്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ KSRTC നമ്മുടെ അല്ലസറിലോട്ട് കൂടെ നമുക്ക് ഒരു പുതിയ ബസ് സർവീസും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷവും കൂടെ ഞങ്ങൾ ഇതിൽ ഭാഗമാക്കാകുന്നു. യാത്രക്കാർക്കും ജീവനക്കാർക്കും അല്ലസർ ഗ്രൂപ്പിന്റെ പുതുവത്സര ആശംസകൾ അല്ലസർ ദന്തൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പല്ലവി അമ്മു തോമസ് അറിയിച്ചു. ഓരോരുത്തർക്കും ഇവിടെ KSRTC ട്രാവൽ ചെയ്യുന്ന ഓരോ പാസഞ്ചേഴ്സിനും നമ്മൾ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. അതേപോലെ ഇവിടെ ആയിരിക്കുന്ന സ്റ്റുഡൻസിന്, ഓഫീസേഴ്സിന് എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. ഡിപ്പോയിലെത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം കേക്ക് മുറിച്ച KSRTC ജീവനക്കാരും സന്തോഷം പങ്കുവച്ചു. പരിപാടിയിൽ AO താര വി, സൂപ്രണ്ടുമാരായ സജിമോൾ, നിഷ, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ അഭിലാഷ്, ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടർ സന്തോഷ്, സ്റ്റോർ അസിസ്റ്റന്റ് അനിൽകുമാർ എന്നിവരും മറ്റ് ജീവനക്കാരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുമളി ഡിണ്ടിഗൽ ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാകും. പദ്ധതിക്ക് പച്ചക്കൊടി വീശി കേന്ദ്രം. റെയിൽപാത സംബന്ധിച്ച വിശദമായ സർവേയും പഠന റിപ്പോർട്ടും തയ്യാറാക്കുന്നതിന് അനുമതി നൽകിയതായി കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചു. തേനി MP തങ്കത്തമിഴ് സെൽവത്തിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ നിരവധി ഗുണങ്ങളാണ് ഇടുക്കിക്കാർക്ക് ലഭിക്കുക. പാസഞ്ചേഴ്സ് അസോസിയേഷനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമെല്ലാം പദ്ധതിക്കായി നിരവധി റാലികളും ഒപ്പുശേഖരണവും സമരങ്ങളുമെല്ലാം നടത്തി. തുടർന്ന് നേതാക്കൾ തേനി MPയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു. ഈ നീക്കങ്ങളാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. 100 കിലോമീറ്റർ നീളുന്നതാണ് ഡിണ്ടിഗൽ ലോവർ ക്യാമ്പ് റെയിൽപാത. ചെമ്പട്ടി, വത്തലഗുണ്ടു, പെരിയകുളം, തേനി, ബോഡിനായ്ക്കന്നൂർ, തേവാരം, കമ്പം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് ഇത് കടന്നുപോകുക. ഏകദേശം 800 കോടിയോളമാണ് പദ്ധതി ചെലവ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നാണ് പദ്ധതിയുടെ ചെലവ് വഹിക്കുക. പദ്ധതി യാഥാർത്ഥ്യമായാൽ നിരവധി ഗുണങ്ങളാണ് ഇടുക്കിക്കാർക്ക് ലഭിക്കുക. സ്വന്തം നാട്ടിൽ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു എന്നത് തന്നെയാണ് ഇതിൽ പ്രധാനം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കും ഇത് ഗുണം ചെയ്യും. വ്യാപാര ടൂറിസം മേഖലകളിൽ കാര്യമായ വികസനമുണ്ടാകും. കേരളത്തിൽ നിന്നുള്ള ഏലം, കുരുമുളക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളും ഉൾപ്പെടെയുള്ള ചരക്കുകളുടെ ഗതാഗതത്തിനും ഇത് പ്രയോജനപ്പെടും. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുവർഷ ദിനത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തൊടുപുഴ സബ് ട്രഷറിക്ക് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെല്ലി ജോൺ അധ്യക്ഷത വഹിച്ചു. മെഡിസെപ് പ്രീമിയം വർധന പിൻവലിക്കുക, കൂടുതൽ ആശുപത്രികളും ചികിത്സകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി പദ്ധതി സമ്പൂർണ്ണമായി പരിഷ്കരിക്കുക, പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ പുതുവർഷ ദിനത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പെൻഷൻകാരുടെ ഈ സമരം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്റ്റീഫൻ ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു. വീട്ടിൽ ഭാര്യയും ഭർത്താവും ജോലിക്കാരാണെങ്കിൽ ഈ 2 പേരിൽ നിന്നും ഈ 810 രൂപ വെച്ച് ഈടാക്കും. ഈ 2 പേർക്കല്ലാതെ മൂന്നാമതൊരാൾക്ക് വീട്ടിൽ ആനുകൂല്യം കിട്ടിയില്ല. നമ്മുടെ മക്കൾക്ക് കിട്ടത്തില്ല. നമ്മുടെ കൂടെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് കിട്ടത്തില്ല. അങ്ങനെ ഏകപക്ഷീയമായി നമ്മളെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിനൊരു മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോ ഇവിടെ നമുക്കറിയാം, ഈ മെഡിസിപ്പിന്റെ എഗ്രിമെന്റ് ഇതുവരെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നടത്തിയിട്ടില്ല. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓറിയന്റ് കമ്പനിയുമായിട്ട് നടത്തിയ ചർച്ച പല പ്രാവശ്യം നടത്തിയിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ചർച്ചയുടെ രഹസ്യമായിട്ട് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് 30 കോടി രൂപയാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും. ആ കമ്മീഷൻ കൊടുക്കാൻ, അത്രയും കമ്മീഷൻ കൊടുത്തത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഇൻഷുറൻസ് കമ്പനി നിലപാടെടുത്തുകൊണ്ടാണ് ഈ ചർച്ച എങ്ങും എത്താതെ പോയിരിക്കുന്നത്. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഒരു കരാറ് പോലും ഏർപ്പെടാതെ, ഇത് കാരണം ഡിസംബർ മാസം കൊണ്ട് നമ്മുടെ നിലവിലുള്ള കാലാവധി കഴിഞ്ഞു. അടുത്ത ജനുവരി മാസം പുതിയ കരാർ തുടങ്ങണം. ആ കരാറിൽ പോലും ഒപ്പുവെക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ പെൻഷൻ തുകയിൽ നിന്ന്, ഇന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കറിയാം, ഇന്നത്തെ പെൻഷൻ തുകയിൽ നിന്നും ഈ 810 രൂപ വർദ്ധിപ്പിച്ച 810 രൂപയും കട്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പെൻഷനാണ് അനുവദിച്ചു വന്നിരിക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെല്ലി ജോൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാത്യു സെബാസ്റ്റ്യൻ, DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ, KS ഹസൻകുട്ടി, ഡാലി തോമസ്, ഗർവാസിസ്, K സക്കറിയാസ്, PS ഹുസൈൻ, റോയി ജോർജ്, ജെയ്സൺ P ജോസഫ്, ഫ്രാൻസിസ് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടവെട്ടി മേനോൻപറമ്പ് ഭാഗത്ത് 40ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ള ഭീഷണിയായി തീർന്ന സ്വകാര്യ വ്യക്തിയുടെ തണ്ണീർത്തട ഭൂമി ക്രമാതീതമായി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭവുമായി രംഗത്ത്.
ഇതിനെതിരെ പരാതി ഉന്നയിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ടിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടറെയും തൊടുപുഴ താലൂക്ക് തഹസിൽദാരെയും സമീപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, മെമ്പർ സുഗു തങ്കപ്പൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. പോലീസ് നിജസ്ഥിതി തുടരുവാനും തഹസിൽദാർ അന്വേഷണത്തിനും ഉത്തരവിട്ടു. അധികൃതർ വിഷയം ജനപക്ഷം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് സ്ഥലവാസികൾ മുന്നറിയിപ്പ് നൽകി. ഏകദേശം 1 ഏക്കറോളം വരുന്ന തികച്ചും തണ്ണീർത്തടമായിട്ടുള്ള ഭൂമി, അത് ഭൂമാവിക കച്ചവട താല്പര്യത്തിന് അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ നിന്ന് നിയമപരമായിട്ടാണ് എന്ന് പറയുന്നു. ചില രേഖകൾ കാണിച്ച് ഇന്നലെ മുതൽ മണ്ണിട്ട് നികത്തുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളെ സംബന്ധിച്ച് അവരുടെ കുടിവെള്ളം നഷ്ടപ്പെടുന്ന വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അധികൃതരുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും ബന്ധപ്പെട്ട പോലീസ് SHO നിലവിലുള്ള തൽസ്ഥിതി തുടരട്ടെ എന്ന് അറിയിച്ചിട്ടുണ്ട്. ശേഷം ബന്ധപ്പെട്ട ഭൂരേഖ തഹസിൽദാരെ കണ്ട് ഇറങ്ങിയതാണ്. ഈ കാര്യത്തിൽ സ്വാഭാവികമായ നീർച്ചാലുകൾ അത് തടസ്സപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ട തഹസിൽദാര് ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും 10-40 ആളുകളുടെ കുടിവെള്ളം അത് നഷ്ടപ്പെടുന്ന ഒരു ഇടപാട്, അത് ഏത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള ജീവശ്വാസം പോലെയുള്ള കുടിവെള്ളം ആണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള പ്രശ്നമാണ് ഉന്നയിക്കപ്പെട്ടത്. ആ പ്രശ്നത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ ജനപക്ഷം നിൽക്കും. അതിന് അവരുടെ പ്രശ്നം ഈ സമൂഹത്തിൻ്റെ പ്രശ്നമായി തന്നെ കാണും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KM ബാബു ആദ്യ രജിസ്ട്രേഷൻ ഫോറം സമർപ്പിച്ചു. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെയാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ജനുവരി 8 മുതൽ 11 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിലാണ് ചലച്ചിത്രമേള നടക്കുന്നത്. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ 20ാമത് ഫിലിം ഫെസ്റ്റിവലാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ സംഘാടകരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. നമ്മുടെ സിനിമാ പ്രേമികൾക്കെന്നും ഒരു ഹരമായി മാറിയിട്ടുള്ളതാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഓരോ ഫിലിം ഫെസ്റ്റിവലും. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഫിലിം ഫെസ്റ്റിവലിനും ഉണ്ടാകും. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KM ബാബു ആദ്യ രജിസ്ട്രേഷൻ ഫോറം സമർപ്പിച്ചു. നഗരസഭാ സെക്രട്ടറി ഷാജി KK, തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ, സെക്രട്ടറി MM മഞ്ജു ഹാസൻ, FFSI റീജിയണൽ കൗൺസിൽ അംഗം UA രാജേന്ദ്രൻ തുടങ്ങി ഫിലിം സൊസൈറ്റി ഭാരവാഹികളും സംഘാടക സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. 2026 ജനുവരി 8 മുതൽ 11 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിലാണ് ചലച്ചിത്രമേള നടക്കുന്നത്. മേളയിലെ മുഴുവൻ പ്രദർശനങ്ങൾക്കും കൂടി 200 രൂപയാണ് ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഫീസ്. വിദ്യാർത്ഥികൾക്ക് 100 രൂപയാണ് ഡെലിഗേറ്റ് ഫീസ്. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിലുള്ള പഗോഡ ബുക്കാർട്ട്, സിൽവർ ഹിൽസ് തിയേറ്റർ എന്നിവിടങ്ങളിൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഫോം ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 9447 753482 9447 776524 9447 824923. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ടൗൺ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തിൽ വച്ച് ത്രിതല പഞ്ചായത്തിലേക്ക് വിജയിച്ചു വന്ന ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാലിനി ശശിക്കും തൊടുപുഴ നഗരസഭ 23ാം വാർഡ് കൗൺസിലർ PA ഷാവുൽ ഹമീദിനുമാണ് സ്വീകരണം നൽകിയത്. ബാങ്ക് പ്രസിഡന്റ് NI ബെന്നിയും സെക്രട്ടറി KG സജിമോനും സ്റ്റാഫ് അംഗങ്ങളും നേതൃത്വം നൽകി. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് NI ബെന്നി അധ്യക്ഷത വഹിച്ചു.
ടൗൺ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ത്രിതല പഞ്ചായത്തിലേക്ക് വിജയിച്ചു വന്ന ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാലിനി ശശിക്കും തൊടുപുഴ നഗരസഭ 23-ാം വാർഡ് കൌൺസിലർ PA ഷാഹുൽ ഹമീദിനുമാണ് സ്വീകരണം നൽകിയത്. ബാങ്ക് പ്രസിഡന്റ് NI ബെന്നിയും സെക്രട്ടറി KG സജിമോനും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് ഇരുവരെയും അനുമോദിച്ചു. യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് NI ബെന്നി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KG സജിമോൻ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ TJ പീറ്റർ, ജോർജ് ജോൺ, OH ബീന, ജോസ്ലറ്റ് മാത്യു വർഗീസ്, സ്റ്റാഫുകളായ നീതു കൃഷ്ണ, ബിറ്റിലാൽ എന്നിവർ സംസാരിച്ചു. ശാലിനി ശശി, PA ഷാഹുൽ ഹമീദ് എന്നിവർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുസ്ലിം ലീഗ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമ്മങ്കല്ലിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വൈസ് ചെയർമാൻ K ദീപക് ഉൾപ്പെടെ മുനിസിപ്പൽ, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് തുടങ്ങിയ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് കുമ്മങ്കല്ല് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് കേരള ജനത മുഴുവൻ കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു വിലയിരുത്തൽ ഏതോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷികൾ നടത്തിയത് കണ്ടു. അവരുടെ പാർട്ടിയുടെ ഒരു ഫോറം കൂടി അവർ പറഞ്ഞു, ഈ തോറ്റതിന് കാരണം ഭരണത്തോടുള്ള എതിർപ്പൊന്നുമല്ല, ശബരിമലയിൽ എന്തോ സംഭവിച്ചു അതുകൊണ്ടാണെന്നാണ്. ഇനിയും ആശാന്മാർക്ക് സഹാക്കന്മാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്ന് സാരം. നമ്മൾ ആലോചിച്ച് നോക്കാം, ഞാൻ ഈ മേഖലയിലൊക്കെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ഇവിടെ പല റോഡ് ഷോകൾക്കും പല കൺവെൻഷനുകളും ഒക്കെ പങ്കെടുത്തതാണ്. ആവേശപൂർവമാണ് ഈ തൊടുപുഴയിലെ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പില് UDF സ്ഥാനാർത്ഥികളെ വരവേറ്റത്. ഈ ഭരണം അടുത്ത് നിൽക്കുന്ന ഇവിടെ കരീം പറഞ്ഞതുപോലെ സമസ്ത മേഖലയിലും ജനജീവിതം ബുദ്ധിമുട്ടിലാക്കിയ, എന്നാൽ ദൂരത്തിന് ഒരു കുറവുമില്ലാത്ത, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലാത്ത സർക്കാർ, ഇവിടെ നമ്മുടെ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കുവാൻ പൈസ ഇല്ലാത്ത സർക്കാർ, നമ്മുടെ ആശുപത്രികളില് ഒരു പഞ്ഞി വരെ രോഗികൾ മേടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയില് ആശുപത്രികളുടെ കുടിശ്ശികകൾ, മെഡിക്കൽ കോളേജിന്റെ കുടിശ്ശികകൾ കൊടുത്തു തീർക്കുവാൻ പൈസയില്ലാത്ത സർക്കാരിന് ഇലക്ഷന്റെ തലേനാഴ്ച മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുവാൻ 1 കോടി രൂപയുടെ കാറ് മേടിച്ച സർക്കാരാണ് ഇന്നിവിടെ ഭരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, നമ്മുടെ സംസ്ഥാനം എവിടേക്ക് നിൽക്കുന്നു. ഇനി ബഹുമാനരായ അല്ലെങ്കിൽ പ്രിയ സഹോദരരെ, ഒരു കാര്യം മാത്രമേ എനിക്കിവിടെ ഓർമ്മിപ്പിക്കുവാനുള്ളൂ. ഇനി ഈ വരുന്ന 2-3 മാസക്കാലം ഇനി ഈ കേരളത്തില്, തൊടുപുഴയിലും ഈ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും 14 ജില്ലകളിലും ഇനി അവിടെ കോൺഗ്രസ് എന്നൊരു പാർട്ടിയില്ല, അവിടെ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയില്ല, അവിടെ കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടിയില്ല, അവിടെ RSP എന്നൊരു പാർട്ടിയില്ല, CMP എന്നൊരു പാർട്ടിയില്ല, ഫോർവേഡ് ബ്ലോക്ക് എന്നില്ല, ഒരു പാർട്ടികളുമില്ല. ഇനി വരുന്ന 3-4 മാസക്കാലം ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളികൾ മാത്രമായിട്ടായിരിക്കും നമ്മൾ ഒത്തൊരുമയോട് കൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ കേരളത്തെ വീണ്ടെടുക്കുന്നിടം വരെ, ഈ കിരാത ഭരണം നടത്തുന്ന ഈ ഒരു നശിച്ച ഗവൺമെന്റിനെ ഇവിടെ നിന്നും പടിയിറക്കി വിടുന്നിടം വരെ സന്ധിയില്ലാ സമരവുമായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടുണ്ടാകും. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MA കരീം സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ജനറൽ സെക്രട്ടറി KS സിയാദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം SM ഷെരീഫ്, ജില്ലാ ട്രഷറർ TK നവാസ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ TS ഷംസുദ്ദീൻ, മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, തൊടുപുഴ നഗരസഭ ചെയർപേഴ്സൺ സബീറ ജലീൽ, വൈസ് ചെയർമാൻ K ദീപക്, ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, തൊടുപുഴ നഗരസഭയിലെ UDF കൗൺസിലർമാർ എന്നിവർക്ക് ആവേശകരമായ സ്വീകരണം നൽകി. മുനിസിപ്പൽ പ്രസിഡന്റ് PK മൂസ, ജനറൽ സെക്രട്ടറി PN സിയാദ്, AM സമദ്, MM ഷുക്കൂർ, TS ഷാജി, MH സലീം, AM നജീബ്, AM നൌഷാദ്, KH അബ്ദുൽ കരീം, സബീർ MA, റസാഖ് കുഞ്ചാവീടൻ, അഷ്റഫ് പുള്ളിമുക്കിൽ, അനസ് PB, MA ഷിഹാബ്, സലീം കപ്രാട്ടിൽ, ഷംസ് മുണ്ടയ്ക്കൽ, നാസർ പള്ളിമുക്കിൽ, ബഷീർ മലയപ്പറമ്പിൽ, നിസാർ MA, ബിലാൽ MS, നജീബ് KA എന്നിവർ പങ്കെടുത്തു. OE ലത്തീഫ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദിവസവും ഒരേ ബസ്സിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്ന യാത്രക്കാർ ഒത്തൊരുമിച്ചപ്പോൾ അത് വലിയ സൗഹൃദ കൂട്ടായ്മയായി മാറി.
കോട്ടയം എരുമേലിയിൽ നിന്നും ഇടുക്കി കളക്ടറേറ്റിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിലെ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ഇന്ന് ഒരുമിച്ചത്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കൂട്ടായ്മ ഒരുമിച്ചപ്പോൾ വലിയ ആഘോഷമായി ഇത് മാറി. കോട്ടയം എരുമേലിയിൽ നിന്നും പുലർച്ചെ ഇടുക്കി കളക്ടറേറ്റ് പടിക്കലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരാണ് സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത്. ഈ ബസ്സിൽ ഏറ്റവും അധികം സർക്കാർ ജീവനക്കാരാണ് യാത്ര ചെയ്യുന്നത്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, കളക്ടറേറ്റ്, SP ഓഫീസ് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ ഉൾപ്പെടെ ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ്. ഇവരുടെ നേതൃത്വത്തിലാണ് സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചതും പുതുവത്സര തലേന്ന് ആഘോഷമാക്കി മാറ്റിയതും. ഇതിന്റെ ഭാഗമായി കട്ടപ്പന KSRTC ഡിപ്പോയിൽ സംഘടിപ്പിച്ച പുതുവത്സര ആഘോഷ പരിപാടിയിൽ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളും പങ്കെടുത്തു. തുടർന്ന് കേക്ക് മുറിച്ചാണ് സന്തോഷം പങ്കിട്ടത്. നമ്മുടെ ചെറിയ യാത്രക്കാരായി എരുമേലിയിൽ നിന്നും ആരംഭിച്ച് കുരുമലയ്ക്ക് വന്ന ബസ്സിൽ അവരുടെ ഒരു ആഗ്രഹപ്രകാരം അവർ ഇന്ന് ഇവിടെ വെച്ച് ഈ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. ന്യൂ ഇയറും ക്രിസ്മസും കൂടെ ഒന്നിച്ച്. വർഷങ്ങളായി പതിവ് തെറ്റാതെ സർവീസ് നടത്തുന്ന KSRTC ബസ്സാണിത്. തങ്ങളെ സുരക്ഷിതമായി ജോലിസ്ഥലത്ത് എത്തിക്കുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും ആദരവ് അർപ്പിക്കുവാനും ആരും മറന്നില്ല. ഞങ്ങളെ എന്നും സേഫായിട്ട് കൊണ്ടുപോകുന്ന ഡ്രൈവർ കണ്ടക്ടർമാരും അവർക്കെല്ലാം ഒരു സന്തോഷം ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ എത്ര നാളായി ഇത് യാത്ര ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു 3 കൊല്ലമായി. പക്ഷേ ഈ ബസ്സിൽ ഇപ്പം ഒരു 3 മാസം ആയതേ ഉള്ളൂ. സമൂഹ മാധ്യമം വഴി രൂപീകരിച്ച കൂട്ടായ്മയാണ് സൗഹൃദ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ KSRTC ബസിന്റെ ഡിപ്പോ അധികൃതരും ഈ ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന യാത്രക്കാരും ഉൾപ്പെടെയുണ്ട്. ബസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിൽ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ സജീവമായാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടെയാണ് ഈ ഗ്രൂപ്പിലെ സൗഹൃദങ്ങൾ ഒത്തുചേർന്ന് സന്തോഷം പങ്കിടാമെന്ന ആശയമുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കട്ടപ്പന KSRTC ഡിപ്പോയിൽ ഇവർ ഒത്തുചേർന്നത്. കട്ടപ്പന KSRTC ഡിപ്പോ ATO ഷാജി കുര്യാക്കോസ്, PK ഷെഫീഖ്, ജോഷി ജോർജ്, PK പ്രകാശ് എന്നിവർ സംസാരിച്ചു. 2026 ഇത്തരത്തിലുള്ള ഒരു ആഘോഷം സംഘടിപ്പിച്ച എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇനിയും കൂടുതൽ കൂട്ടായ്മയോടെ മുൻപോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ജീവിത പ്രാരാബ്ധങ്ങളിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും ചേർന്ന് പങ്കുവെക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും എല്ലാം ന്യൂ ഇയർ ആശംസകൾ, പുതുവത്സര ആശംസകൾ. യാത്രക്കാരുടെ ഈ ഒത്തുചേരൽ KSRTC ഡിപ്പോ അധികൃതർക്കും ബസ്സിലെ ജീവനക്കാർക്കും ഉൾപ്പെടെ പുതിയ ഒരു അനുഭവമാണ് സമ്മാനിച്ചതും. പന്നൂർ സൗഹൃദം റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും ന്യൂ ഇയർ ആഘോഷവും നടന്നു. കരിമണ്ണൂർ SHO VS അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി പഴയടം അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും മുടക്കം കൂടാതെ പാൽ, പത്രം തുടങ്ങിയവ വിതരണം ചെയ്യുന്ന അസോസിയേഷൻ അംഗങ്ങളായ സോമൻ നായർ, പ്രവീൺ S എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പന്നൂർ സൗഹൃദം റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും ന്യൂ ഇയർ ആഘോഷവും നടന്നു. കരിമണ്ണൂർ SHO VS അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊരു കൂട്ടായ്മയാണ് നമ്മളുടെയൊക്കെ വിജയം. ഇപ്പം ഞങ്ങളൊക്കെ എവിടെ പോയാലും, ഞാനൊക്കെ കൂടുതൽ ടൗൺ പ്രദേശങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. അവിടെയൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഇഷ്ടംപോലെ അസോസിയേഷനുകളുണ്ട്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ചോദിച്ചു എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ എണ്ണം കുറവായിരുന്നു. അപ്പോഴാണ് എന്നെ ഇങ്ങനെ ഈ പരിപാടിയിലേക്ക് വിളിച്ചത്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു അടുത്ത വർഷങ്ങളിൽ, ഇനി വരും വർഷങ്ങളിൽ ഈ കൂട്ടായ്മ വളർന്ന് പന്തലിച്ച് വളരെ വലിയ നല്ല പരിപാടികൾ നടത്താനും ഇതിലെ അംഗങ്ങളുടെ ഉന്നമനത്തിനും വിജയത്തിനുമായി നിൽക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങൾക്ക് സൈബർ ലോകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഭൂരിഭാഗം തട്ടിപ്പുകൾ നടക്കുന്നത് ഈ OTP ചോദിച്ചുകൊണ്ടും ഈ പിൻ നമ്പർ ചോദിച്ചുകൊണ്ടുമുള്ള തട്ടിപ്പുകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാങ്കുമായിട്ട് ഉള്ള ഇടപാടിന് ആരെയും നമ്മൾ വിളിക്കുകയാണെങ്കിൽ
നമ്മൾ നേരിട്ട് തന്നെ ബാങ്കിൽ പോയി അന്വേഷിക്കുക. അതുപോലെ ഇൻ്റർനെറ്റിൽ കയറി പണമിടപാട് നടത്തുമ്പോൾ അത് വിശ്വസനീയമായ സൈറ്റാണോ എന്ന് ഉറപ്പില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആ പണമിടപാട് ചെയ്യാതിരിക്കുക. അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി പഴയിടം അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ ഷീജ ജനീഷ്, മുൻ മെമ്പർമാരായ എൻ ദിലീപ് കുമാർ, ശിവൻകുട്ടി PK, റിട്ടയർഡ് അധ്യാപകൻ N സദാനന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു. ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ബന്ധങ്ങൾ ആ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ മുൻ മെമ്പർ പറഞ്ഞതുപോലെ പല വീടുകളിലും പ്രായമായവരുമൊക്കെ മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ ഒന്ന് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിനുമൊക്കെ കണ്ടും വിളിക്കുന്നതിനും ഒക്കെ ഒരു നല്ല ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവുന്നത് നല്ല ഒരു കാര്യമാണ്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കഴിവുള്ള പ്രാപ്തരായ ആളുകളാണ് സണ്ണിച്ചേട്ടനും ഉണ്ണികൃഷ്ണനൊക്കെ നേതൃത്വം നൽകി നല്ല ഒരു അന്തരീക്ഷത്തിലുള്ള അതിൻ്റെ നല്ല അംഗങ്ങളും ആണ് ഇതിൽ ചേർന്നിരിക്കുന്നത്. തുടർന്ന് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മുടക്കം കൂടാതെ പാൽ, പത്രം വിതരണം ചെയ്യുന്ന അസോസിയേഷൻ അംഗങ്ങളായ സോമൻ നായർ, പ്രവീൺ S എന്നിവരെ വാർഡ് മെമ്പറും അസോസിയേഷൻ പ്രസിഡന്റും ചേർന്ന് ഷാളണിയിച്ച് ആദരിച്ചു. മുഖ്യരക്ഷാധികാരി മാത്യു പള്ളിക്കുന്നൽ യോഗത്തിന് നന്ദി പറഞ്ഞു. വിവിധ കലാപരിപാടികൾക്ക് ശേഷം സമ്മാന വിതരണവും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ഓടണ്ട ഓടണ്ട ഓടിത്താളരണ്ട ഓമന പൂമുഖം വാടിരണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോറും നൽക നെഞ്ചിലോ പാണ്ടടിയോ പരാകെ ഉരാകെ ഉള്ളാകെ രവാണേ നേരാണേ വട്ടേ പൊങ്കൽ താട്ടെ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് ഓക്കെ ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. നെയ്ശ്ശേരി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂ ഇയർ ആഘോഷവും അസോസിയേഷന്റെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ജിൻസ് ജോൺ, വാർഡ് മെമ്പർ ജിൻസ്മി മാത്യു എന്നിവർക്ക് സ്വീകരണവും ഒരുക്കി. ചടങ്ങിൽ അസോസിയേഷന്റെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ നിർവഹിച്ചു. നെയ്ശ്ശേരി സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂ ഇയർ ആഘോഷവും അസോസിയേഷൻ പുതിയ ഹാളിന്റെ ഉദ്ഘാടനവും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ജിൻസ് ജോൺ, വാർഡ് മെമ്പർ ജിസ്മി മാത്യു എന്നിവർക്ക് സ്വീകരണവും ഒരുക്കി. ചടങ്ങിൽ അസോസിയേഷന്റെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ നിർവഹിച്ചു. പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ, ക്യാമ്പുകൾ, അങ്ങനെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതാണ്. സാധാരണ സംഘങ്ങൾക്കൊന്നും നടക്കാത്ത രീതിയിൽ. പിന്നെ ഇത് മനോഹരമായ ഒരു ഹാള് നിങ്ങൾക്ക് എന്തൊക്കെയായാലും കിട്ടിയത് വളരെ അനുഗ്രഹമായി. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വീണ്ടും പൂർവാധികം ശക്തിയോടെ ഇവിടെ നടത്താൻ സാധിക്കും. നമുക്ക് ആദ്യമായിട്ടൊരു ഇരിക്കാനൊരു സ്ഥലവും സംസാരിക്കാനുമുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോഴാണ് കൂട്ടായ്മകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അസോസിയേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഈ റോഡിന് തന്നെ ഒത്തിരി പ്രത്യേകതയുണ്ട്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന നല്ല ഒരു സഹകരണമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് എപ്പോഴും നല്ലൊരു സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ആൾക്കാരെ കൂടെ നിർത്തുന്നതിനും സാധിക്കും. നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇനിയും തീർച്ചയായിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഡൊമിനി മേമടത്തിൽ സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ജിസ്നി മാത്യു, അഷിത അരഞ്ഞാണിയിൽ എന്നിവർ ആശംസയും സ്നേഹതീരം അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജെസി അറക്കൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ, കരിമരുന്ന് കലാപ്രകടനം എന്നിവ നടന്നു. പൊന്നാട
കളിയാടാ കാണിക്കയായി തന്നു കൂടേറാ പ്രാവെല്ലാം പാറി പോകെ പൊന്നൊരുകം പൂക്കാലം നിന്നെ കാണാൻ വന്നു പ്രണയക്കുളിലും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊരു പെൺ കളിയും കാച്ച. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാളിയാർ ടൗണിൽ ലഹരി വിരുദ്ധ കമ്മ്യൂണിറ്റി ക്യാൻവാസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കാളിയാർ പോലീസ് CI ബിജു ജോൺ ലൂക്കോസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മുള്ളരിങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് കാളിയാർ ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ നടന്നു. ക്യാമ്പിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി കാളിയാർ ടൗണിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി ക്യാൻവാസ് കാളിയാർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബിജു ജോൺ ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ടൗണിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നിരവധി പേർ ക്യാൻവാസിൽ കയ്യൊപ്പ് ചാർത്തി ക്യാമ്പിന്റെ ഭാഗമായി. പ്രിൻസിപ്പൽ ശ്രീകുമാർ KP, പ്രോഗ്രാം ഓഫീസർ സിന്ധ്യമോൾ KP, PTA പ്രസിഡന്റ് സോബിൻ NS എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരത്തിലെ റോഡരികളിൽ വർഷങ്ങളായി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിന് പുതുവർഷത്തിൽ തുടക്കമായി. കുമളി ഡിണ്ടിഗൽ ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാകും. റെയിൽപാത സംബന്ധിച്ച വിശദമായ സർവേയും പഠന റിപ്പോർട്ടും തയ്യാറാക്കുന്നതിന് അനുമതി നൽകിയതായി കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയെ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുവർഷ ദിനത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇടവട്ടി മേനോൻപറമ്പ് ഭാഗത്ത് 40ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ള ഭീഷണിയായി തീർന്ന സ്വകാര്യ വ്യക്തിയുടെ തണ്ണീർത്തട ഭൂമി ക്രമാതീതമായി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭവുമായി രംഗത്ത്. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിന്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.